ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ 19ാം ഭാഗമാണ്. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ. ആയില്യംകാവ് ഭാഗം 19. ഇവർക്ക് നമ്മളോടെന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ നമ്മെ എന്തോ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് ഏട്ടൻ പേടിക്കാതെ എനിക്കൊപ്പം വരൂ പറഞ്ഞുകൊണ്ട് അഷ്ടമി കാർത്തിക്കിന് നേർക്ക് കൈനീട്ടി. അത് വേണോ അഷ്ടമി? എനിക്കെന്തോ ആകെ ഒരു വല്ലായ്മ. പേടിയോടെ നാഗങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് കാർത്തിക് ചോദിച്ചു. വേണമേട്ടാ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ കാവ് കാണാനാണെന്ന് ഏട്ടൻ മറന്നുപോയോ? അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടമൊക്കെ കണ്ടിട്ടേ തിരിച്ചു വരികയുള്ളൂ. ഏട്ടന് എനിക്കൊപ്പം വരാൻ പേടിയുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിക്കോളൂ. അതും പറഞ്ഞവൾ കൈ പിൻവലിക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അത് വേണ്ട, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇനി അതല്ല, ഇവിടെ തന്നെ ഒടുങ്ങാനാണ് വിധിയെങ്കിൽ അതും നമ്മൾ ഒന്നിച്ചായിരിക്കും. ദൃഢമായ വാക്കുകളായിരുന്നു അവൻ്റേത്. നമ്മളിപ്പോൾ വന്നത് തിരിച്ചു പോകാൻ തന്നെയാണ്. ഉറപ്പായും ഒരാപത്തും വരാതെ നമ്മൾ തിരിച്ചു പോയിരിക്കും. ഏട്ടനെന്നെ വിശ്വാസമില്ലേ? അവൾ അങ്ങനെ പറഞ്ഞതും അവൻ അവളുടെ കയ്യിലെ പിടുത്തത്തിന്റെ മുറുക്കം കൂട്ടി. ആ സമയം ആ നാഗങ്ങൾ പതിയെ മുന്നോട്ട് ഇഴയാൻ തുടങ്ങി. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ഏട്ടാ, വാ നമുക്കിവരെ പിന്തുടരണം. അത് നോക്കി അഷ്ടമി പറഞ്ഞതും ഉറച്ച ചുവടുകളോടെ അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവനൊപ്പം അവളും. നാഗങ്ങൾ അവരെ കാവിന് മുന്നിലേക്കാണ് ആനയിച്ചു കൊണ്ടുപോയത്. ശേഷം അവിടെയുള്ള 2 വിഗ്രഹങ്ങൾക്ക് പുറകിലായി അവ നിലയുറപ്പിച്ചു. നാഗത്തറയെല്ലാം പൊട്ടിയടർന്ന് കരിയിലയും ചെടികളും നിറഞ്ഞ് ആകെ നശിച്ച ഒരവസ്ഥയായിരുന്നു കാവിൻ്റേത്. ആ പരിതാപകരമായ അവസ്ഥ കണ്ടതും അഷ്ടമിക്കാകെ വിഷമമായി. വേഗം തന്നെ കൈകൊണ്ട് കരിയിലകളെല്ലാം വകഞ്ഞു മാറ്റി ചെടികളെല്ലാം പറിച്ച് അവിടമെല്ലാം വൃത്തിയാക്കിയ ശേഷം കയ്യിൽ കരുതിയ മഞ്ഞൾപ്പൊടി വിഗ്രഹത്തിലും താഴെയും വിതറി. അതിനുശേഷം കയ്യിൽ കരുതിയ എണ്ണ കൽവിളക്കിൽ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ കൽവിളക്കിൽ തിരി തെളിഞ്ഞപ്പോൾ നാഗദൈവങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അവരുടെ നന്ദി സൂചകമായി അവിടുത്തെ വള്ളികളിൽ പടർന്നിരുന്ന പേരറിയ കാട്ടുപൂക്കൾ അവർക്ക് മേലെ ഒരിളം തെന്നലോടെ പ്രകൃതി വർഷിച്ചു. അഷ്ടമിയും കാർത്തിക്കും ഒരുമിച്ച് നാഗദൈവങ്ങളെ തൊഴുതു. അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിന്നിരുന്ന നാഗങ്ങൾ പതിയെ അരികിലുള്ള പുറ്റിലേക്ക് കയറിപ്പോയി. അഷ്ടമിയുടെ കാൽപാദം കീഴേരി തറവാട്ടിലെ ശിഥിലമായി കിടക്കുന്ന ആ നാഗക്കാവിൽ പതിഞ്ഞതും മറ്റൊരിടത്ത് പൂജാമുറിയിലായി തെളിച്ചു വെച്ചിരുന്ന കെടാവിളക്കിലെ ഒരു തിരി അണഞ്ഞു. വാർദ്ധക്യം ബാധിച്ച് രോഗബാധിതനായി കിടന്നിരുന്ന രാമൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അയാൾക്ക് ചുറ്റും ആരോ കരയുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒപ്പം അടുക്കളപ്പുറത്തെ വലിയൊരു പ്ലാവ് മരവും കടപുഴകി വീണു. മുൻവശത്തുണ്ടായിരുന്ന തൂക്കുവിളക്ക് പൊട്ടി വീണു. ദുർനിമിത്തങ്ങൾ കണ്ടതും ഭയത്തോടെ പൂജാമുറിയിലെത്തിയ ഗോവിന്ദൻ കാണുന്നത് പൊട്ടിത്തകർന്ന നിലയിലുള്ള വിഗ്രഹവും അലങ്കോലമായി കിടക്കുന്ന പൂജാമുറിയുമാണ്. എന്റെ ദേവി, എന്തായത് ഇപ്പോൾ ഇങ്ങനെ? അയാൾ ഒരാന്തലോടെ നെഞ്ചത്ത് കൈവച്ചു. എന്തൊക്കെയോ ദുരന്തം തങ്ങളെ തേടി വരുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾ വേഗത്തിൽ പൂജാമുറി വൃത്തിയാക്കിയ ശേഷം ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുതി വെള്ളം നിറച്ച ഓട്ടുരുളിയിലേക്ക് നോക്കി. എന്നാൽ അതിലൊന്നും കാണാനായില്ല. അതോടെ അയാൾ തീർത്തും നിരാശയിലായി. അങ്ങനെ തോറ്റുകൊടുക്കാൻ അയാളുടെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു.
പിന്നെ ഒട്ടും വൈകാതെ തന്നെ തളികയിൽ വെച്ചിരുന്ന വെറ്റിലയിൽ നിന്നും ഒരെണ്ണം എടുത്ത് പൂജിച്ച മഷിയെടുത്ത് അതിൽ തേച്ചു പിടിപ്പിച്ചു. ശേഷം അതിലേക്ക് നോക്കി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുഖം അതിൽ തെളിഞ്ഞു. പതിയെ അവളുടെ രൂപം ഭീകരമായി മാറുന്നതും അയാൾ കണ്ടു. അത് കണ്ട് അയാളുടെ ചുണ്ടുകൾ ആ പേര് ഉരുവിട്ടു. ഗൗരി, ഗൗരി പാർവതി. ആ നിമിഷം വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മയിൽ എവിടെയോ കുഴിച്ചു മൂടിയ എന്തൊക്കെയോ നനവുകൾ അയാളെ വേട്ടയാടാൻ തുടങ്ങി. വല്ലാത്തൊരു പരവേശം തോന്നി അയാൾക്കപ്പോൾ. ദേഹമാസകലം വിയർപ്പ് പൊടിഞ്ഞു. അതേസമയം പൂജാമുറിയിലേക്ക് ഒരു കുഞ്ഞു സ്വർണനാഗം ഇഴഞ്ഞു വന്നു. ശേഷം അത് ആ ദേവീ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് തല തല്ലി മൃത്യുവരിച്ചു. അതുകൂടി ആയതോടെ അയാൾ തീർത്തും അവശനായി. തങ്ങൾ അറിയാതെ കീഴേരിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾ നടക്കരുതെന്ന് ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച എന്തോ ഒന്ന്, അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു തങ്ങളുടെ നാശത്തിനായി എന്നയാളുടെ മനസ്സ് അലമുറയിട്ട് കൊണ്ടിരുന്നു. എന്നിട്ടും അതെന്താണെന്ന് തിരിച്ചറിയാൻ മാത്രം അയാൾക്ക് കഴിഞ്ഞില്ല. ഇല്ല, അങ്ങനെ തോൽക്കില്ല. അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ഗോവിന്ദനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരുടെയും മുന്നിൽ തോൽക്കാൻ ഗോവിന്ദന് മനസ്സില്ല. അതിനു വേണ്ടിയല്ല ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടത്. നിരാശയോടെയും ക്രോധത്തോടെയും ഉറക്കെ അലറിക്കൊണ്ട് അയാൾ പൂജാമുറിയിൽ നിന്നിറങ്ങിപ്പോയി. കാറ്റുപോലെ പാഞ്ഞു ചെന്നത് രാമന്റെ മുറിയിലേക്കായിരുന്നു. അവിടെ കിടക്കയിൽ കിടന്നിരുന്ന രാമൻ തറയിൽ വീണു കിടക്കുകയായിരുന്നു അപ്പോൾ. അതുകൂടി കണ്ടതോടെ ഗോവിന്ദന്റെ സമനില തെറ്റി. അയാളെ തിരികെ കിടക്കയിലൊന്ന് കിടത്താൻ പോലും മനസ്സു കാണിക്കാതെ ഗോവിന്ദൻ അവിടെ നിന്ന് പോയി. ആദ്യം സംഭവിച്ചത് എന്താണെന്നറിയണം. അതിനി തനിക്ക് മുന്നിൽ വഴിയൊന്നേയുള്ളൂ: ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. തകർന്ന വിഗ്രഹത്തിന് പകരം പുതിയതൊന്ന് പുനഃസ്ഥാപിക്കുക. അതിനായി 3 ദിവസം രാവും പകലും നീളുന്ന ഒരു ഹോമത്തിന് അയാൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. കഠിനമാണത്. 3 ദിവസം പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഭക്ഷണമോ ജലമോ പാനം ചെയ്യാതെ ഒരടഞ്ഞ മുറിയിൽ ഹോമകുണ്ടത്തിലെ ചൂടും പുകയുമേറ്റ് ഹോമം നടത്തണം. എങ്കിലും അതിപ്പോൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഗോവിന്ദൻ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതേ സമയം കാവിൽ വിളക്ക് വെച്ച ശേഷം കാർത്തിക്കും അഷ്ടമിയും കാവിനടുത്തുള്ള കുളത്തിനരികിലേക്ക് നടന്നു. 4 ഭാഗവും കല്ലുകൊണ്ട് മതിൽ പോലെ കെട്ടിപ്പടുത്ത വിശാലമായ കുളം. അതിലെ ജലം നീല നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തീർത്തും തെളിഞ്ഞു നിൽക്കുകയാണ് വെള്ളം. കുളത്തിലേക്കുള്ള പടവുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവർ അവിടെയൊരു പടവിൽ ചെന്നിരുന്നു. അവിടം അവളെ ഒത്തിരി ആകർഷിക്കുന്നുണ്ടായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു കുളിർമ പോലെ. പറയൂ ഏട്ടാ, നിങ്ങളെല്ലാവരും എന്തിനാണ് ഇത്രയും മനോഹരമായ ഇവിടം വിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നത്? ഉള്ളിലെ സംശയങ്ങൾക്ക് ഇന്നു തന്നെ അവസാനമുണ്ടാക്കണമെന്ന് കരുതി അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അഷ്ടമി, എല്ലാറ്റിനും ഒരു കാരണമുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ നിന്നോട് പറയാം. അവൻ പറഞ്ഞത് കേട്ടതും കാര്യമറിയാനുള്ള ആകാംക്ഷയോടെ അവൾ അവനെ നോക്കിയിരുന്നു. അത് കണ്ട് അവൻ തുടർന്നു. തനിക്കറിയാമല്ലോ, ഈ നാട്ടിലെ തന്നെ വലിയൊരു തറവാടായിരുന്നു ഇത്. നാഗക്കാവും കുളവും ഏക്കറു കണക്കിന് ഭൂസ്വത്തും ഉൾപ്പെടുന്ന തറവാട്. ഇവിടുത്തെ ഓരോ അംഗങ്ങളും നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നു. ആ നന്മ അറിഞ്ഞത് കൊണ്ടാകും വിഷഹരണ എന്നൊരു സിദ്ധി പോലും നാഗദൈവങ്ങൾ ഈ തറവാടിനെ അനുഗ്രഹിച്ചു നൽകിയത്. എന്നും സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞു നിന്നിരുന്ന നാളുകൾ. എന്നാൽ അന്ന് ആ ദിവസം എല്ലാം കീഴ്മേൽ മറിഞ്ഞു. മുത്തശ്ശിയും അമ്മായിയും ആ അറയിൽ നിന്നും പുറത്തു വന്നില്ല. അതായിരുന്നു ഈ തറവാടിന്റെ നാശത്തിന്റെ തുടക്കം.
പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ ദുർനിമിത്തങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ദിവസവും ഒരു നാഗമെങ്കിലും നാഗത്തറയിൽ തലയേറ്റു കിടക്കുന്നത് പതിവായി. തനിക്കറിയുമോ അതെന്തുമാത്രം സങ്കടമുള്ള കാര്യമാണെന്ന്? അതൊരു തുടക്കം മാത്രമായിരുന്നു. പതിയെ വീട്ടിലുള്ള ഓരോരുത്തർക്കും പലവിധ അസ്വസ്ഥതകൾ തുടങ്ങി. അതുപോലെ രോഗബാധയും. മരുന്നും മന്ത്രവും ഒക്കെ പരീക്ഷിച്ചു നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നുമായില്ല. അങ്ങനെയാണ് അവസാനം ഇവിടം വിട്ടു പോകാമെന്ന തീരുമാനമെടുത്തത്. കാലക്രമേണ ആരും ഇങ്ങോട്ട് വരാതായി. കാടുകേറി നശിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് എനിക്കൊരു സംതൃപ്തി തോന്നുന്നെടോ. വീണ്ടും എല്ലാം പഴയതുപോലെ ആകുമെന്നൊരു തോന്നൽ. അവനത് പറഞ്ഞു നിർത്തവേ അഷ്ടമി കാർത്തിക്കിന്റെ കൈകൾ ചേർത്തു പിടിച്ചു. അതെ ഏട്ടാ, എല്ലാം ശരിയാകും, അധികം വൈകാതെ. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൻ അറിഞ്ഞില്ലെങ്കിലും അത് അവന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. നമുക്കെന്നാൽ തിരിച്ചു പോയാലോ? എന്തായാലും തന്റെ ആഗ്രഹമെല്ലാം സാധിച്ചില്ലേ? കാർത്തിക് ചോദിച്ചു. സാധിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സാധിച്ചു എന്ന് പറയാനായിട്ടില്ല. അന്ന് മുത്തശ്ശിയും അമ്മായിയും കയറിപ്പോയ ആ രഹസ്യാറ, അത് ഇത്രയും സമയമായി കണ്ടില്ലല്ലോ. അതങ്ങനെയൊന്നും കാണാൻ പറ്റുന്നതല്ല. അതുമല്ല, ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഉചിതമല്ല. എന്തായാലും താൻ കാത്തിരിക്കൂ. സമയമാകുമ്പോൾ താൻ ആ അറയ്ക്ക് മുന്നിൽ എത്തുക തന്നെ ചെയ്യും. കാർത്തിക് അങ്ങനെ പറഞ്ഞതോടെ എന്തുകൊണ്ടോ അവൾക്കത് നിരസിക്കാൻ തോന്നിയില്ല. അന്ന് വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയ അഷ്ടമി പതിവിലും സന്തോഷവതിയായിരുന്നു. രാത്രി അത്താഴത്തിനു ശേഷം കിടക്കാനായി മുറിയിലേക്ക് പോയതായിരുന്നു അഷ്ടമി. അപ്പോഴാണ് തന്റെ കട്ടിലിൽ ഇരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഗൗരിയെ അവൾ കണ്ടത്. ആഹാ, ഗൗരി ഇന്ന് നേരത്തെ എത്തിയല്ലോ. മനസ്സിൽ നനച്ചുകൊണ്ട് അഷ്ടമി മുറിയിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. ശേഷം ഗൗരിക്കടുത്തായി ചെന്നിരുന്നു. എന്റെ തറവാട്ടിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ മുറിയും കാവുമൊക്കെ? പെട്ടെന്നുള്ള ഗൗരിയുടെ ചോദ്യം കേട്ടതും അമ്പരപ്പായിരുന്നു അഷ്ടമിക്ക് തോന്നിയത്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ തന്റെ മുറിയിൽ ചെന്നതൊക്കെ? അഷ്ടമി അമ്പരപ്പോടെ ചോദിച്ചു. ഞാനൊരു ആത്മാവാണെന്ന കാര്യം അഷ്ടമി ഇടയ്ക്കിടെ മറക്കുകയാണല്ലോ. നിങ്ങൾക്കൊപ്പം അരൂപിയായി ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ഗൗരി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ അതെയോ? അപ്പോൾ നീ ഞങ്ങൾക്കൊപ്പം? അഷ്ടമി എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അവളത് പൂർത്തിയാക്കിയില്ല. തുടരും. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അഷ്ടമി എന്തായിരിക്കും ഗൗരിയോട് ചോദിക്കാൻ മടിക്കുന്നത്? ബാക്കി അറിയാനായി കാത്തിരിക്കില്ലേ? അപ്പോൾ ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.